നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെ ആയിപ്പോയി. വൈഷ്ണവിയുടെ ഫോണിനകത്തൊരു മെസ്സേജ് വന്നു. അത് കണ്ടുകൊണ്ട് പിന്നെ ബൈജു ചോദ്യം ചെയ്തു. ബഹളം കേട്ടോണ്ട് മറ്റേ ചെറുക്ക ഇറങ്ങി വന്നു. അങ്ങനെയാണ് കിട്ടുന്നത്. ആ പയ്യനാണെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല മരിച്ചത്. ഇവര് രണ്ടും കൂടെ മരിച്ചു കിടക്കുന്നതെന്നാണ് ഞാൻ കരുതിയത്. ബൈജു വിഷ്ണു എന്നുള്ള കൂട്ടുകെട്ട് ചെറുപ്പക്കാരുടെ മാതൃകയായ ഒരു കേസാണ്. ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഒരുമിച്ച് കളിച്ച് ഉണ്ടു വളർന്ന രണ്ടുപേർ ബൈജുവും വിഷ്ണുവും. അന്നും അവർ കണ്ടുമുട്ടി, കുശലം പറഞ്ഞു, സന്തോഷത്തോടെ പിരിഞ്ഞു. പക്ഷെ അന്ന് രാത്രി ബൈജു തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ ഇല്ലാതാക്കി. കൂടെ ആ യുവതിയെയും. നാട്ടുകാർ ഞെട്ടി. എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത്? ഒരാൾക്കും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ആ സംഭവം നടന്ന നാട്ടിലേക്ക്. രാത്രി 1 മണിയായപ്പോൾ അടുത്തുള്ള ഒരു ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ 2 വെട്ടിക്കൊല നടന്നിരിക്കുന്നു, ഒരാൾ മരിച്ചെന്ന് തോന്നുന്നു, ഒരാൾ മരിച്ചിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ കാരണം തിരക്കിയപ്പോൾ ഇവർ തലേ ദിവസം 2 പേര് സുഹൃത്തുക്കളായിരുന്നു. പണിക്ക് ഒന്നിച്ച് പോയി, ഒന്നിച്ച് ആഹാരവും കഴിച്ച് വന്നിട്ട് എന്തോ ഭാര്യയുമായിട്ടെന്തോ പ്രശ്നം ഉണ്ടായി. ഭാര്യ ഇറങ്ങി ഓടി ഇവരുടെ വീട്ടിൽ ചെന്ന് കയറിയപ്പം ഇവൻ പുറകെ വെട്ടാൻ ചെന്ന് വെട്ടിയപ്പോൾ മറ്റേ അവിടുത്തെ ആൾ വിഷ്ണു എന്ന് പറയുന്ന ആൾ ഇടയ്ക്ക് കയറി അങ്ങനെ വെട്ടിക്കൊന്നതാണെന്ന് പറയുന്നു. അതല്ല, ഈ വൈഷ്ണവിയുടെ ഫോണിനകത്തൊരു മെസ്സേജ് വന്നു. അത് കണ്ടുകൊണ്ട് പിന്നെ ബൈജു ചോദ്യം ചെയ്തപ്പോൾ പിന്നെ വൈഷ്ണവി ഇറങ്ങി ഓടിയില്ല, മറ്റേ പിന്നെ ബൈജു വിഷ്ണുവിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ആ പുറകെ വൈഷ്ണവിയും കൂടെ പുറകെ പോയി. അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ച് ബഹളം ഉണ്ടായി. വിഷ്ണുവിൻ്റെ വീട്ടിൽ വെച്ച് ബഹളം ഉണ്ടായി. അവിടെ വെച്ച് വെട്ടിയതിൻ്റെ ഇടയ്ക്ക് കയറി വെട്ടി വീണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വേറെ എന്തെങ്കിലും ദുരൂഹത തോന്നുന്നുണ്ടോ മാഡത്തിന്? ദുരൂഹത തോന്നുന്നില്ല. നേരത്തെ കുടുംബശ്രീന്ന് പിന്നെ വൈഷ്ണവി കുറച്ച് പൈസ എടുത്തിരുന്നു. അന്നേരം അതിൻ്റെ ഒരു ബാധ്യത ഉണ്ടായിരുന്നു. അത് വൈഷ്ണവിയുടെ വീട്ടുകാർ ആ കടമെല്ലാം വീടുകയും ചെയ്തു. പക്ഷേ ആ പൈസ ആർക്ക് കൊടുത്തു എന്ന് അവർക്കറിയാൻ വയ്യ എന്നാണ് പറയുന്നത്. അത് ആർക്ക് വൈഷ്ണവി കൊടുത്തു എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. അവരെല്ലാവരും ചെറുപ്പം മുതലേ കൂട്ടുകാരായിരുന്നു? ഇവരെല്ലാം കൂട്ടുകാർ, തലേദിവസം വർക്കിന് ഒന്നിച്ച് പോയവരാ. അവള് ജീവനും കൊണ്ട് ഓടി ആ വീട്ടിൽ ചെന്ന് കയറിയതാണ്. അല്ലാതെ ആ വീട്ടിൽ കിടന്നതും അങ്ങനൊന്നും അല്ല. ബഹളം കേട്ടോണ്ട് മറ്റേ ചെറുക്ക ഇറങ്ങി വന്നു. അങ്ങനെയാണ് കിട്ടുന്നത്. അവൻ്റെ അമ്മേരെ ഇറങ്ങി വന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, ജീവൻ വേണേ പോയിക്കോ, അല്ലെങ്കിൽ നിങ്ങളെയും വെട്ടിക്കൊല്ലുമെന്ന്. അങ്ങനെ തള്ള പേടിച്ച് തിരിഞ്ഞോടി. അങ്ങനെ സംഭവിച്ചത്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി കാണും? കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. എത്ര കുട്ടികളായി? 2 കുട്ടികൾ. ഇവർക്ക് അവരാ വീട് വെച്ചപ്പോൾ തൊട്ട് അവർക്ക് കടങ്ങളും ബാധ്യതകളും എല്ലാം ഉണ്ടായിരുന്നു ഒരുപാട്. ഇവള് പൈസയെല്ലാം തിരിച്ചും മറിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇവൻ്റെ സഹോദരിയെ കെട്ടിച്ചപ്പം തൊട്ടേ ഇവള് പൈസ എടുത്ത് തിരിമറിയൊക്കെ നടത്തുമായിരുന്നു. ഇവള് കൂടെ മുൻകൈ എടുത്ത് ആ സഹോദരിയെ കെട്ടിച്ചതുമല്ല. പക്ഷെ ഇപ്പോൾ അതൊന്നും കേൾക്കാനും ഇല്ല, ആരും അതിനെക്കുറിച്ച് പറയുന്നതുമില്ല. അവൻ നല്ല അധ്വാനിയായിരുന്നു ഇപ്പോൾ എല്ലാവരും പറയും. അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു ആ വീടിന് വേണ്ടിയിട്ട്. ആ പൈസ മൊത്തം ആ വീടിന് വേണ്ടിയിട്ട് ചിലവാക്കിയത്. അതൊന്നിച്ചെടുത്ത കാശൊന്നുമല്ല, പലപ്പോഴായിട്ട് കുറേശ്ശെ എടുത്ത് ചിലവാക്കിയത്. ഈ മരിച്ച പയ്യൻ സുഹൃത്താണ്? അവൻ്റെ കൂട്ടുകാരൻ, അവൻ്റെ കൂടെ നടന്നവൻ, അവൻ്റെ കൂടെ നടന്നു. ഇന്നലെ അവന്മാരെല്ലാവരും കൂടെ ഇരുന്ന് ജോലി ചെയ്തു ആഹാരവും കഴിച്ചവന്. അവൻ്റെ ഈ മരിച്ചവൻ്റെ വീട്ടിൽ ഇരുന്ന് കപ്പ പുഴുങ്ങിയോ ഇങ്ങോട്ട് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഇവന്മാരെല്ലാം. അവനെ കൊല്ലാനൊന്നുള്ള ഇതല്ലായിരുന്നു. തടസ്സം പിടിക്കാൻ ചെന്നോണ്ട് അവന് പറ്റിപ്പോയത്. മദ്യപിച്ചു അങ്ങനെയൊന്നും സംഭവമൊന്നുമല്ലല്ലോ? മദ്യപിച്ച് ആണോന്ന് എനിക്കറിയത്തില്ല. അവനെ മദ്യപിച്ച് ആയിരിക്കും. എല്ലാവരും കൂടെ കൂടി മദ്യപിച്ചിട്ടൊക്കെ ആയിരിക്കും പിരിഞ്ഞത്. അവൻ അമ്പലത്തിലേക്ക് തടിയെടുക്കുമെങ്ങാണ്ടായിരുന്നു ഇന്നലെ. അവനല്ല, ഇവരെല്ലാവരും, ആ മറ്റവനും ഇവനും, ഇവരൊത്തിരി പേരുണ്ട്. ഇവരെല്ലാവരും മോള് ഇവരൊരു വീട് പോലെ കഴിഞ്ഞവരാ. അവൻ്റെ വീട്ടിൽ ചെന്ന് ബന്ധു പരിപാലിച്ച് കഴിച്ചിട്ട് ഇവനും ഇവൻ്റെ ഭാര്യ, ഇവൻ്റെ തള്ളേ, ഈ കുഞ്ഞുങ്ങളും കൂടെ ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോയിട്ടുണ്ട്. അവർ ബന്ധുക്കാരുമാണ്, ആ സുഹൃത്തുക്കൾ തന്നൊന്നും അല്ല, ഒരു ബന്ധുക്കാരുമാണെന്നാ പറയുന്നത്. നമുക്കത്ര അറിയത്തില്ല. അല്ല, വേറെ സുഹൃത്തുക്കളൊന്നും അല്ല. ഒന്നിച്ച് നടന്നവരാ. എപ്പോഴും എന്ത് കാര്യത്തിനും പരസ്പരം വിളിക്കുകയും പറയുകയും എടുക്കുകയും ചെയ്യുന്നവരാ ഇവര്.
എന്ത് കാര്യത്തിനും. പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം എന്തായിരിക്കും? കാരണം ഈ പൈസ കുഞ്ഞിന് വയ്യാതായി കഴിഞ്ഞിടയ്ക്ക്. കുഞ്ഞ് ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിലായപ്പം അവന് ഒരുപാട് പൈസ ചിലവായി. ഞങ്ങൾക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ല. അവന് ഇപ്പോൾ ഈ അല്ലാതുള്ള പൈസ 1.5 ലക്ഷം രൂപ ഞങ്ങൾ കടം അവൻ്റെ വീട്ടാൻ ഈ കഴിഞ്ഞിടയ്ക്കാണ് വീട്ടിയത്. അപ്പോൾ പിന്നെ ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങളില്ലെന്ന് പറഞ്ഞു. പുള്ളിക്ക് അതെല്ലാം കൂടെ ആയപ്പോൾ ടെൻഷനായതായിരിക്കും. സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. 2 പേരെ അവസാനിപ്പിക്കാനൊന്നും അവനങ്ങനെ തോന്നിയതല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവളോടി ജീവരക്ഷാർത്ഥം ചെന്നപ്പോൾ ബഹളം കേട്ട് മറ്റേ ചെറുക്കൻ ഇറങ്ങി വന്നെയാണ്. അപ്പോൾ എത്ര ആയാലും ഇപ്പോൾ ഒരാൾ നോക്കി നിൽക്കുമോ ഒരാളെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട്? അവൻ്റെ തള്ള ഓടി ഇറങ്ങി വന്നില്ലയോ? അല്ലാതെ അവർ രണ്ടും തന്നെ അല്ലല്ലോ, അവൻ്റെ അമ്മ ഇറങ്ങി വന്നായിരുന്നു. അവൻ്റെ അമ്മയോട് അവൻ പറഞ്ഞില്ലയോ ഞാൻ കൊന്നുകളയും പോയില്ലെങ്കിലൊന്ന്. ഞാൻ എന്നിട്ട് അവരെ വഴക്ക് പറഞ്ഞു, നിങ്ങളെന്തിനാ ഓടിപ്പോയതെന്ന്. ആ പയ്യനാണെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല മരിച്ചത്. ഇവർ രണ്ടും കൂടെ മരിച്ചു കിടക്കുന്നതെന്നാണ് ഞാൻ കരുതിയത്. രാവിലെ 2 പേരും ഒന്നിച്ച് ജോലിക്ക് പോയിട്ട് വൈകിട്ട് തിരിച്ച് വരുന്നവരെ ഞങ്ങൾ കണ്ടതാണ്. എന്താ സംഭവിച്ചത്? രാവിലെ 7 മണിക്കാണ്. അപ്പോൾ ഈ 3 പേരും ഞങ്ങളുടെ ബന്ധുവും മിത്രാദിയാണ്. എന്നെക്കാട്ടിൽ 3 പേരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. ഈ മരിച്ച വൈഷ്ണവി ആയാലും അതുപോലെ തന്നെ വിഷ്ണു ചേട്ടനായാലും ബൈജു ചേട്ടനായാലും 3 പേരെയും പേഴ്സണലി നല്ലപോലെ അറിയാവുന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇങ്ങനൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായി, ഇനിയും എന്താണെന്ന് അറിയില്ല. ഇതുവരെ ഒരു സംഭവം മറ്റുള്ളവരുടെ വായിൽ നിന്ന് നമ്മളിതുവരെ കേട്ടില്ല, അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞിതുവരെ കേട്ടില്ല. ഇപ്പോഴാണ് ഇതിൻ്റെ എന്താണെന്നുള്ളത് പോലും നമ്മൾ അറിയുന്നത്. പക്ഷേ നമുക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. കാരണം ഞാൻ കാണാൻ തുടങ്ങിയ പ്രായം മുതൽ 2 പേരും തോളെ കൈയിട്ട് ഒരേ പാത്രത്തിൽ കഴിച്ച് ഒരേ പായൽ ഉറങ്ങി വളർന്നവരാണ്. കാരണം ബൈജു വിഷ്ണു എന്നുള്ള കൂട്ടുകെട്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ മാതൃകയായ ഒരു കേസാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ ഞങ്ങളെ നിൽക്കുന്ന ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നൊരു കേസല്ല. എന്താണ് ഇതിൻ്റെ സത്യം എന്ന് ഇപ്പോഴും നമുക്കറിയത്തില്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അടുത്ത സുഹൃത്തിൽ നിന്ന് ഒരു എൻ്റെ അനിയന്മാരും പിന്നെ ഒരു കുഞ്ഞു പെങ്ങളെ പോലെ അമ്മു കൊച്ചുനാൾ പോലെ ഞങ്ങൾ കാണുന്നതാണ്. എൻ്റെ കൂടെ ഒരുമിച്ച് ജോലിക്ക് വരുന്ന 2 പേരും വിഷ്ണുവും ബൈജു. എനിക്ക് ഇതുവരെ അത് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. ഇങ്ങനെ സംഭവം നടന്നു പോലും എങ്ങനെ പറ്റി എന്തുവാന്നൊന്നും അറിയത്തില്ല. ആ പെൺകുട്ടിയെക്കുറിച്ച് വൈഷ്ണവ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് 3 പേരും നാട്ടുകാരാണ്. 3 പേരെ അറിയപ്പെടുന്നവരാ. പിന്നെ വൈഷ്ണവ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് നടന്ന കുഞ്ഞാത്. ബൈജു എന്ന് പറയുന്നത് എൻ്റെ അനിയനെപ്പോലെ ഞാൻ കാണുന്നത്. എൻ്റെ കൂടെ ജോലിക്ക് വരുന്നത് വളരെ കഷ്ടപ്പെട്ടവൻ ജീവിക്കുന്നു. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. വൈഷ്ണവും വിഷ്ണുവും സുഹൃത്തുക്കളാണ്. എല്ലാവരും കൂട്ടുകാരെ പോലെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാവുന്നതാണ്. ഈ ബൈജു മരിച്ച വിഷ്ണുവിനെ അറിയാം, ബൈജുവിനെ അറിയാം, ഈ കൊലപാതകം ചെയ്ത ബൈജുവിനെ അറിയാം, അതുപോലെ തന്നെ മരിച്ച വൈഷ്ണവിയെ അറിയാം. നമ്മുടെ ഈ 3 വീടും പാടത്ത് തന്നെയാണ്, നമുക്കറിയാവുന്ന കുടുംബമാണ്. അപ്പം ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്നുള്ളതിനെപ്പറ്റി നമുക്കറിഞ്ഞുകൂടാ. കാരണം അവരൊന്നിച്ച് ജോലിക്ക് പോകുന്ന ആൾ ഒന്നിച്ച് ഒരു എന്താ പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതും ഒന്നിച്ച് ഉറങ്ങുന്നതും ഈ ബൈജു വിഷ്ണുവും കൂടാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെപ്പറ്റി നമുക്ക് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് വന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളതിനെപ്പറ്റി ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ വരാനൊരു സാഹചര്യം ഇല്ല. കാരണം അവരുടെ സഹകരണം അങ്ങനെ തന്നെയാണ്. അപ്പം എന്താണെന്നുള്ളതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെ ആയിപ്പോയി. അവർ 2 കുടുംബം, അതായത് ബൈജുവിൻ്റെ കുടുംബവും വിഷ്ണുവിൻ്റെ കുടുംബവും, ഈ 2 കുടുംബവും ഒരു കുടുംബത്തെ പോലെ കഴിഞ്ഞു വന്നതാണ്. ബൈജുവിന് വിഷ്ണുവിനെ അത്ര വിശ്വാസമായിരുന്നു. പക്ഷേ തൻ്റെ കണ്ണൊന്ന് തെറ്റിയാൽ അവൻ ആരോടോ ചാറ്റ് ചെയ്യുന്നത് കാണാം. ചോദിക്കുമ്പോൾ അവൻ പറയും തൻ്റെ കാമുകിയാണെന്ന്. പക്ഷേ ഇതിനിടയ്ക്ക് അയാൾക്ക് തൻ്റെ ഭാര്യയിലും സംശയം തോന്നി തുടങ്ങിയിരുന്നു. അവളും ആരോടോ ചാറ്റ് ചെയ്യുന്നുണ്ട്. ആരും അറിയാതെ അയാൾ ഭാര്യയെ നിരീക്ഷിച്ചു. അവൾ രഹസ്യമായി സൂക്ഷിച്ച ആ മൊബൈൽ ഫോൺ കണ്ടെടുത്തു. അതിൽ നിറയെ തൻ്റെ സുഹൃത്ത് വിഷ്ണുവും ഭാര്യയും തമ്മിലുള്ള ചാറ്റായിരുന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. തന്നെ ചതിച്ച സുഹൃത്തിനെയും ഭാര്യയെയും വെട്ടി തുണ്ടമാക്കി അയാൾ പോലീസിന് കീഴടങ്ങി.